സത്യസന്ധമായി പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റിനെ സ്റ്റോപ്പ് ചെയ്യുന്നത് മത്സരമല്ല, മറിച്ച് ഭയമാണ്. എന്താണ് ആ ഭയം? മാർക്കറ്റിൽ ഇറങ്ങാനുള്ള ഭയം. എന്താണ് പറയേണ്ടത് എന്നുള്ള ആശങ്ക അല്ലെങ്കിൽ ഭയം. അവർ അല്ലെങ്കിൽ ക്ലയൻറ്റ്സ് എന്നെ നിരസിക്കും എന്നുള്ള പേടി. ഈ പേടി നിങ്ങൾക്ക് മാറ്റാനായില്ലെങ്കിൽ നിങ്ങളുടെ വരുമാനവും നിൽക്കും. എന്തുകൊണ്ടാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റിന് മാർക്കറ്റിൽ ഇറങ്ങാൻ പേടിയുണ്ടാകുന്നത്? ഇവർ നേരിടുന്നത് പ്രധാനമായും 4 ഭയങ്ങളാണ്. 1, കസ്റ്റമേഴ്സ് നിരസിക്കും അല്ലെങ്കിൽ വേണ്ട എന്ന് വയ്ക്കുമെന്നുള്ള ഭയം. 2, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ ഞാൻ നേടിയ വിവരങ്ങൾ മതിയാകില്ല എന്നുള്ള ഭയം. മറ്റുള്ളവർ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നമ്മളെ വേണ്ട രീതിയിൽ വിധി എഴുതില്ല എന്നുള്ള ഭയം. 4, ഞാൻ പ്രിപ്പയർ ആയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഒരുങ്ങിയിട്ടില്ല എന്നുള്ള ഭയം. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് സാധാരണമാണ്. എല്ലാ ഏജന്റും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു വലിയ സത്യമുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റുമാർ മാർക്കറ്റിൽ ഇറങ്ങാനുള്ള ഭയം കുറയ്ക്കേണ്ടത് ആത്മവിശ്വാസം കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെ വ്യക്തത അല്ലെങ്കിൽ ക്ലാരിറ്റി കൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വരുന്നവരോട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോട് എന്ത് പറയണമെന്ന് വ്യക്തമായാൽ നിങ്ങളുടെ ഭയം പകുതി കുറയും. ഇനി ഈ ഭയം കുറയ്ക്കാനുള്ള 4 പ്രാക്ടിക്കൽ സ്റ്റെപ്പുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങളിൽ ഭയമുണ്ടെന്ന് ആദ്യം സമ്മതിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഭയം അല്ലെങ്കിൽ പേടി എന്നത് സാധാരണമാണ്. അത് സമ്മതിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, മാർക്കറ്റിലെ ആൾക്കാർക്ക് വേണ്ടത് പൂർണ്ണതയല്ല, നിങ്ങളുടെ പൂർണ്ണതയല്ല വേണ്ടത്, മറിച്ച് നിങ്ങളുടെ സത്യസന്ധതയാണ് അവരുടെ വിശ്വാസം നേടുന്നത്. സ്റ്റെപ്പ് നമ്പർ 2, 5 മിനിറ്റ് മാർക്കറ്റ് പ്ലാൻ. എന്താണ് ഈ 5 മിനിറ്റ് മാർക്കറ്റ് പ്ലാൻ? നിങ്ങൾ ഒരു കസ്റ്റമറിനെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ട 5 കാര്യങ്ങളാണ് ഈ 5 മിനിറ്റ് മാർക്കറ്റ് പ്ലാനിൽ ഞാൻ പറയുന്നത്. 1, സ്വയം പരിചയപ്പെടുത്തൽ, 30 സെക്കൻഡ്. ഞാൻ ആരാണ്, ഞാൻ ചെയ്യുന്ന ജോലി എന്താണ്, ഇത്രമാത്രം. 2, കസ്റ്റമറിനോട് ഇമോഷണലി കണക്റ്റഡ് ആവുന്ന ഒരു ചോദ്യം ചോദിക്കുക, അതിന് 1 മിനിറ്റ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കുടുംബത്തിൽ ആരോഗ്യ പ്രശ്നം വരുമ്പോൾ സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാകാറുണ്ടോ? വളരെ ലളിതമായ ഇത്തരം ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക. 3, ലളിതമായ വിശദീകരണം, ഒരു മാക്സിമം 2 മിനിറ്റ്. ഇവിടെ നിങ്ങൾ സങ്കീർണമായ വാക്കുകൾ ഉപയോഗിക്കേണ്ട, ആ വ്യക്തിക്ക് എന്ത് ലാഭം അല്ലെങ്കിൽ എന്ത് ഗുണങ്ങൾ ഉണ്ടാകുന്നത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുക. 4, ഒരു യഥാർത്ഥ അനുഭവം ക്ലയന്റുമായി ഷെയർ ചെയ്യുക, അതിന് 1 മിനിറ്റ് യൂസ് ചെയ്യുക. എന്താണ്? നിങ്ങൾ ഈ അടുത്ത് സഹായിച്ച ഒരു കുടുംബത്തിന്റെ അവസ്ഥയെക്കുറിച്ച് കഥയോ സ്റ്റോറിയോ പറയുക. ഇനി നിങ്ങൾക്ക് അങ്ങനെയൊന്നും പറയാനില്ലെങ്കിൽ നിങ്ങളുടെ ഈ കമ്പനിയിലൂടെ ലഭിച്ച ഒരു സഹായത്തിന്റെ അവസ്ഥ നിങ്ങൾ അവരുമായി ഷെയർ ചെയ്യുക. 5, ലളിതമായ ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ, 30 സെക്കൻഡ്. എന്താണ് ഇവിടെ ചോദിക്കേണ്ടത്? ഞാൻ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ കസ്റ്റമറായി ഷെയർ ചെയ്യാൻ മാക്സിമം 5 മിനിറ്റ് ഉപയോഗിക്കുക. ഇതാണ് നിങ്ങളുടെ 5 മിനിറ്റ് മാർക്കറ്റ് പ്ലാൻ. ഇതിന് നമ്മൾ ടോട്ടൽ എടുത്തിരിക്കുന്ന ഈ 5 കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ടോട്ടൽ എടുത്തിരിക്കുന്ന സമയം 5 മിനിറ്റ്. സ്റ്റെപ്പ് നമ്പർ 3, ലളിതമായ പ്രാക്ടീസിൽ നിന്ന് തുടങ്ങുക. എന്താണിത്? ആദ്യ ദിവസം തന്നെ നിങ്ങൾക്ക് ഈ ഭയം ഉണ്ടെങ്കിൽ വലിയ ആശുപത്രികളിലേക്കോ അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങളിലേക്കോ പോകേണ്ട ആവശ്യമില്ല. ലളിതമായ വിശ്വാസമുള്ള ബന്ധങ്ങളിൽ നിന്ന് തുടങ്ങുക. ഉദാഹരണത്തിന്, സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, പരിചയമുള്ളവർ, വിരമിച്ചവർ, മറ്റു പോളിസികൾ എടുത്തവർ, ഇങ്ങനെ ഇവരെ കാറ്റഗറൈസ് ചെയ്യുക. ഇവർക്കൊപ്പം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സമ്മർദ്ദം കുറയുന്നതായിരിക്കും. ഈ സമ്മർദ്ദം കുറയുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം ഉയരുന്നതായിരിക്കും. ഒരു ദിവസം നിങ്ങൾ ഒരു കുടുംബത്തിന് അവർക്ക് ക്ലെയിം നേടാൻ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അതിനുശേഷം അത് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്ലയൻറ്റ്സ് അല്ലെങ്കിൽ ആ കസ്റ്റമേഴ്സ് പറയുന്ന നന്ദി നിങ്ങളിലുണ്ടാകുന്ന ഭയങ്ങളൊക്കെ അന്ന് മായ്ച്ചു കളയുന്നതായിരിക്കും. അങ്ങനെ നിങ്ങളിലുണ്ടാകുന്ന ഈ ഭയം താൽക്കാലികമാണ്, നിങ്ങളുടെ സർവീസ് അല്ലെങ്കിൽ സഹായം ശാശ്വതമാണ്. കമന്റ് ചെയ്യൂ, ഞാൻ മാർക്കറ്റിന് റെഡിയാണ്. ഇത് തന്നെയാവട്ടെ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. കേരളത്തിലെ ഏജൻസിനായി കൂടുതൽ വഴികൾ തുറക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.